ഫൈനലാവാറായി. ചേച്ചിയുടെ അടുത്തൊരു സുഹൃത്താണ് അനുമോള്. അപ്പൊ എല്ലാവരും പ്രൈസ് അടിക്കാൻ കാത്തു നിൽക്കുന്ന അനുമോൾക്ക് ഫസ്റ്റ് കിട്ടണേന്നാണ്. അനുവിന് ഇഷ്ടമാണ്. കാരണം വെച്ചാൽ ചേച്ചിയെ പോലെ തന്നെയാണല്ലോ. കാരണം വെച്ചാൽ എല്ലാവരും സാധാരണക്കാർക്ക് പോലും ഭയങ്കരമായിട്ട് പ്രിയപ്പെട്ട ഒരാളാണ് നമ്മുടെ ആളുടെ ഗെയിമൊക്കെ. ഇപ്പോൾ എല്ലാവരും കുറ്റം പറഞ്ഞു. ഇപ്പോൾ ലാസ്റ്റിൽ അനുമോള് വണ്ടിയിൽ നിന്ന് 1.5 ലക്ഷം രൂപ അനുമോള് കളക്ട് ചെയ്തിട്ടുണ്ട്, യാതൊരു PR വർക്കിന്റെ സഹായമില്ലാതെ. ചേച്ചിക്ക് ആ ഗെയിം കണ്ടിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു അനുമോളുടെ ഗെയിം? ഞാൻ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് വൈറ്റ് ഗോൾഡിന്റെ ഇനോഗ്രേഷൻസ് ആയിട്ട് നിങ്ങൾ തന്നെ കാണുന്നുണ്ടായിരിക്കും. സോ ബിഗ് ബോസ് ഞാൻ അത്ര അപ്ഡേറ്റഡ് അല്ല, പക്ഷെ പ്രൊമോസ് ഒക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു. ഈ കാർ ഗെയിമും അതുപോലെ തന്നെ എന്താ പറയാ ചെറിയ 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 ഫൈനൽ കട്ട്സ് ഞാൻ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ അനു 1.5 ലക്ഷം രൂപ ഏൺ ചെയ്തു എന്നുണ്ടെങ്കിൽ അവിടെ ഒരു PR-നും നേരത്തെ കുട്ടി ഇൻഫോം ചെയ്ത് ഒന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. നമ്മളൊരു ടാസ്ക് എങ്ങനെ കളിക്കുന്നു എന്നുള്ളത് വെച്ചിട്ടാണ് നമുക്ക് ലൈക്ക് ഒരു ടാസ്ക് നമുക്ക് വിൻ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഡേയ്സും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇത്രയേ ഉള്ളൂ. PR ഉണ്ടാവുക എന്നുള്ളൊരു കാര്യം അത് തെറ്റല്ല. പക്ഷേ ഈ മീഡിയ പറയുന്നത് മീൻസ് എല്ലാത്തിനും നമുക്ക് ഉത്തരങ്ങൾ കൊടുക്കാനും സാധിക്കില്ല. ഒരാൾ ഗെയിം കളിക്കുന്നുണ്ടോ, കണ്ടന്റ് കൊടുക്കുന്നുണ്ടോ, അനു ഇസ് പ്ലേയിങ് വെൽ എന്ന് ഞാൻ പറയുള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് പേര് നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഇപ്പൊ അനുവിനോട് എനിക്ക് കൂടുതൽ ഇഷ്ടമില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് പറയാണ്. അനുവിനെ എപ്പോഴും നമ്മൾ കുഞ്ഞിക്കുട്ടിയായിട്ടാണ് കണ്ടിട്ടില്ല. പക്ഷെ അനുവിന്റെ ഒറ്റയ്ക്ക് നിന്നിട്ടുള്ള ഈ ഒറ്റയാൾ പോരാട്ടം കാണുമ്പോൾ ഭയങ്കര അഭിമാനം. കാരണം എനിക്കൊന്നും എന്തായാലും സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവൾ ഇത്രയും ബ്രില്യൻ്റ് ആയിട്ട് ഗെയിം കളിക്കുന്നതിൽ സന്തോഷം. ഇപ്പോൾ അനുവിനെ ആളുകളെല്ലാം തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു അനുവിന്റെ കരച്ചിൽ കാർഡ് എന്ന് പറയുന്നാലും ഈ പ്ലാച്ചി പാവന്റെ കളിയായാലും ലാസ്റ്റ് എത്തുമ്പോഴായാലും. പക്ഷെ അതെല്ലാം തന്നെ അനുവിന്റെ എന്താ പറയാ ഒറിജിനലായിട്ട് അനുവിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അപ്പൊ ഇപ്പൊ അനുവിനെ അറിയുന്ന ഒരാളെന്ന രീതിയിൽ ശരിക്കും അനുമോൾ എന്നുള്ളൊരു വ്യക്തി അത് കാണിക്കുന്നത് പോലെ തന്നെയാണ്. അനുവിനെ വലിയൊരു പാസ്റ്റ് ഉണ്ട്. പാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനു എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് അനുവിൻ്റെ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രം. അതായത് ഓരോ എപ്പിസോഡിലും ഓരോ ഡ്രസ്സ് ഇടാൻ ഉള്ള ബുദ്ധിമുട്ട് കൊണ്ട് എന്താ പറയുക അത് പർച്ചേസ് ചെയ്യാൻ ഇത്ര രൂപയാവുമല്ലോ എന്ന് വിചാരിച്ച് അവളുടെ അമ്മയുടെ സാരി തയ്ച്ചു വരെ ഡ്രസ്സുകൾ അവൾ തയ്ക്കും നന്നായിട്ട്. അങ്ങനെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് വരെ കുട്ടി ഏറ്റവും ആദ്യം ഹമാർപ്പെടാറിലൊക്കെ വന്നിട്ടുള്ളതാണ്. അങ്ങനെ വൺസ് ആൾക്കാർ കണ്ടു തുടങ്ങുമ്പോഴാണ് നമുക്ക് സ്വാഭാവികമായിട്ടും പലതും കൊളാബറേഷൻ എന്നുള്ളൊരു പേര് ഇന്നത്തെ ഇൻസ്റ്റാഗ്രാം വേർഡ് ഒരു ഞങ്ങളൊരു ഔട്ട്ഫിറ്റ് തരട്ടെ, കൊളാബ് ആയിട്ട് നിങ്ങൾക്ക് ഇട്ട് ഞങ്ങൾക്കൊരു ഫോട്ടോ തരുമോ, അങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങളും. ആൻഡ് അനു ബേസിക്കലി ഭയങ്കര ഹാർഡ് വർക്കറാണ്. അതായത് പണ്ട് അവള് ലൈക്ക് സൂസു സീരിയലിൽ ചെയ്യുന്ന സമയത്ത് ഫ്ലവേഴ്സിൽ ചെയ്യുന്ന സമയത്ത് എന്നോട് പറയും, ചേച്ചി എനിക്ക് പെർ ഡേ ഇത്രയാണ് പേയ്മെന്റ്, പിന്നെ ഞാൻ കാറിൽ വരികയെന്ന് അവരുടെ അടുത്ത് നിന്നോട് പറയും. പക്ഷെ ഞാൻ പോവുക ബസ്സിലായിരിക്കും. അപ്പൊ TA നല്ലൊരു എമൗണ്ട് നമുക്ക് കിട്ടും. ഇതുപോലെ തന്നെയാണ് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഇനോഗ്രേഷനൊക്കെ നെക്സ്റ്റ് ഡേ പല ഷൂട്ട്സും ഉണ്ടായിട്ട് പാലക്കാട് നിന്നൊക്കെ അവള് ഏതോ ഒരു കോയമ്പത്തൂർ ലോറിയിലൊക്കെ കയറി വന്നിട്ടുള്ള ഒരാളാണ്. വണ്ടി മേടിച്ചത് ഈ അടുത്താണ്. ലൈക്ക് സ്റ്റാർ മാജിക് ഡയറക്ടർ അനൂപേട്ടൻ, ടീം, ഞാൻ ഒക്കെ പറഞ്ഞ്. കാരണം പർദ്ദയിട്ട് രാത്രി ബസ്സിലും ലോറിയിലും ഒക്കെ പോകുന്ന അനു ലൈക്ക് കുറച്ചും കൂടെ സേഫ്റ്റി ഒരു പെൺകുട്ടിയല്ലേ. അങ്ങനെ കാറ് മേടിക്കൂ എന്ന് പറഞ്ഞാൽ കുറേ നാൾ ഒരു 6 മാസം എനിക്ക് 6-8 മാസം അനു കൂട്ടി കഴിച്ച് നോക്കി ലോൺ അടയ്ക്കാൻ പറ്റുമോ. അങ്ങനെയാണ് അനു ഒരു വണ്ടി എടുക്കുന്നത്. കിയാണ് അനു എടുത്തത്. പക്ഷെ ആ കിയ പോലും അവള് റോട്ടിൽ ഇറക്കില്ല. കാരണം റോട്ടിലിറക്കിയ പെട്രോൾ അടിക്കണ്ടേ. അങ്ങനെ വളരെ പിശുക്കിയായിട്ട് പോകുന്ന ഒരാളാണ്. പക്ഷെ ആ പിശുക്കിനൊരു രസമുണ്ട്. അവളുടെ വീട് എക്സ്പാൻഡ് ചെയ്ത് മുകളിലേക്ക് ഒരു നിലയും കൂടി എടുത്ത്. എൻ്റെ യൂട്യൂബ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിന് ഭയങ്കര അഭിമാനത്തിൽ പറയുന്നുണ്ട്. ഒറ്റ നില വീട് അവൾ മുകളിലേക്ക് ഒരു സ്പേസ് എടുത്തു. അതിനുശേഷം അവളുടെ ചേച്ചിയുടെ വീടിൻ്റെ അടുത്ത് അവൾ കുറച്ച് സ്ഥലം മേടിച്ചു. ഇതൊക്കെ ഹാർഡ് വർക്കിലൂടെയാണ്. സോ ഇപ്പം അതിനൊക്കെ ലോൺ അടച്ചുകൊണ്ടിരിക്കുകയാണ് അനു. സോ ആ ഒരു സ്ഥാനത്ത് ബിഗ് ബോസിന്റെ പ്രൈസ് എമൗണ്ട് കിട്ടും എന്ന് പറഞ്ഞ് 16 ലക്ഷം അനു സ്പെൻഡ് ചെയ്യുന്ന ഞാൻ എൻ്റെ ജീവിതത്തിൽ വിശ്വസിക്കുന്നില്ല. ഈ പറഞ്ഞ പോലെ തന്നെ അനുമോളത്തിന്റെ പോലെ തന്നെ അനീഷ് എന്നൊരു ഗെയിമർ അവിടെ നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അനീഷ് എനിക്ക് എൻ്റെ 15 വയസ്സിൽ എനിക്ക് അനീഷിനെ അറിയാം. എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് MCV എന്ന് പറയുന്ന മെട്രോ കേബിൾ വിഷൻ എന്ന് പറയുന്ന നമ്മുടെ കുറുക്കഞ്ചേരിയിലുള്ള ഒരു ലോക്കൽ ചാനലിൽ നിന്നാണ്. എല്ലാ ഞായറാഴ്ചകളിലും ഞാൻ ഏറ്റവും ആദ്യം ഒരു സിംഗറായിരുന്നു. ഇപ്പം ആർക്കും അറിയില്ല, ഇപ്പം പടം പറയല്ലേ. പാട്ട് പാടി ചോദ്യം ചോദിക്കലായിരുന്നു എൻ്റെ ജോലി. ഒരു 3 റൗണ്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. കറക്റ്റ് ഉത്തരം പറഞ്ഞാൽ അവർക്ക് ഗിഫ്റ്റ് കിട്ടും. ലൈവാണ്. ഈ അനീഷ് അന്നേ ബുദ്ധി കൂടുതലാണ്. അനീഷ് എന്ന ജനറൽ നോളജിന്റെ ക്വിസ് കോമ്പറ്റീഷനാണ് എല്ലാ സൺഡേസും ചെയ്തുകൊണ്ടിരുന്നത്. അനീഷ് ഇറങ്ങും, അപ്പം ഞാൻ കയറും. എൻ്റെ 15ാം വയസ്സിലാണെന്ന് ആലോചിക്കണേ. അനീഷിൻ്റെ അപ്പോഴത്തെ വയസ്സ് എനിക്ക് ഓർമ്മയില്ല. അതിനുശേഷം അദ്ദേഹം എന്തോ ഗവൺമെന്റ് എംപ്ലോയി ആയി, ഏതോ കോളേജിൽ പഠിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ അതിൻ്റെ കോണ്ടാക്ട് ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം 15-16 വയസ്സിലുള്ള ഒരു പരിചയം മാത്രം.
ഞാനിപ്പോൾ അനീഷിൻ്റെ ഇൻസ്റ്റാഗ്രാം ഒക്കെ എടുത്ത് നോക്കുമ്പോഴാണ് അനീഷ് എനിക്ക് തോന്നുന്നു 2020-ലും 2021-ലൊക്കെ ഹലോ മാഡം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിരിക്കുക. എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ ഞാനത് കണ്ടില്ലല്ലോ, എന്തിനാ പിന്നെ എന്നെ മാഡം എന്ന് വിളിക്കണേ? കാരണം എൻ്റെ കുഞ്ഞിലെ അനീഷ് എന്നെ കണ്ടിട്ടുള്ളതാണ്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്, ഞാൻ കുറുക്കഞ്ചേരി, അനീഷ് അമ്മാടം കോടന്നൂർ ആ ഭാഗത്താണ്. അനീഷും ഒരു കോമണറായിട്ട് വന്നിട്ട് ഇപ്പം അനീഷ് പറയുന്നുണ്ടല്ലോ 5 ഇയേഴ്സായി ബിഗ് ബോസിന് വേണ്ടി മാറ്റി വെക്കണമെന്ന്. വലിയ ഭാഗ്യമില്ല. എത്ര ആൾക്കാർ ഇതുപോലെ സ്ക്രീനിൽ വരണം അല്ലെങ്കിൽ ഓൺ സ്ക്രീനിൽ വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും. അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഫൈനലി അങ്ങനെ നേടുമ്പോൾ അത് നിങ്ങൾ ഓരോ കോമണേഴ്സിൻ്റെയും അച്ചീവ്മെൻ്റ് അല്ലേ? അപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് ഗെയിം കളിക്കുന്ന ആൾ വിൻ ചെയ്യട്ടെ. ഓൾ ദ ബെസ്റ്റ് വിഷസ്. ഈ അനുമോളെ ഒറ്റപ്പെടുത്താൻ തോന്നുന്നുണ്ട് ബിഗ് ബോസിൽ. കാരണം കഴിഞ്ഞ ദിവസം ഒരു അരി പ്രശ്നത്തിൻ്റെ ഒരു കേസ് വന്നപ്പോഴായാലും അതിന് മുന്നേ ആയാലും അനുവിനെ കൂടെ നിന്ന് അതിലിനോരെ പോലെ തന്നെ മാറ്റി നിർത്തപ്പെട്ടു. ഗെയിം ടൈറ്റായി തുടങ്ങിയില്ലേ? എല്ലാവരും അവരവരുടെ കാര്യത്തിൽ ഭയങ്കര സെൽഫിഷ് ആയിരിക്കില്ലേ? സോ ദേ നീഡ് കണ്ടന്റ്. അതുപോലെ തന്നെ അവർക്ക് ഇൻ ബിറ്റ്വീൻ മുന്നോട്ടുള്ള ദിവസങ്ങളിലേക്ക് എന്തെങ്കിലും കണ്ടന്റ് കൊടുത്താൽ മാത്രമായിരിക്കും വോട്ടിങ്ങും സർവൈവലൊക്കെ ഉണ്ടാവുള്ളൂ. സോ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെങ്കിലും അതിലൊരു സ്പ്ലിറ്റ് ഉണ്ടാവും. കാരണം ഗെയിം ടൈറ്റായി തുടങ്ങി. ഇനി അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പും ഇല്ല, ഒന്നുമില്ല. ഇനി എല്ലാവരുടെയും ഓരോ ക്യാരക്ടേഴ്സ് നമുക്ക് കാണാം. പക്ഷെ അതൊന്നും വെച്ച് ജഡ്ജ് ചെയ്യണ്ട. ജഡ്ജിങ് ലൈക്ക് വഴിയെ തലേന്ന് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ പറഞ്ഞ പോലെ അനുമോളുടെ 16 ലക്ഷം രൂപയുടെ PR എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് തന്നെ ഇപ്പോൾ എല്ലാവരും PR വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അനുമോളുടെ PR വർക്കിന് മാത്രം എന്തുകൊണ്ടായിരിക്കാം ഇത്രത്തോളം വാല്യൂ എന്ന് വിശ്വസിക്കുന്നത്? അത് നമുക്ക് തെളിവുകളൊന്നും പുറത്തു വന്നിട്ടില്ലല്ലോ. ഇപ്പം അനു ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത എമൗണ്ടോ ഇപ്പൊ നാളെ എന്തെന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഞാൻ പറയും, അനു ഒരിക്കലും 16 lakhs കൊടുക്കില്ല. അനുവിനെ നമുക്കറിയാം. കാരണം അനുവിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ള ചെലവ് ഇപ്പോഴും ഞങ്ങൾക്ക് പെൻഡിങ് ആണ്. അന്ന് സ്റ്റാർ മാജിക്കിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് അന്ന് റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കാന്ന് പറഞ്ഞിട്ട് ഇതുവരെയായിട്ടും അത് നടത്താത്ത കുട്ടിയാണ് 16 ലക്ഷം PR-ന് വേണ്ടി ചെയ്യാൻ പോണത്. അപ്പോൾ അതൊരിക്കലും ഹാപ്പൻ ചെയ്യാൻ വേണ്ടി പോണില്ല. സോ എന്താ പറയാ, പിന്നെ PR ചെയ്യുന്നത് ഇത്ര തെറ്റാണോ? എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള PR ഉണ്ട്. 16 lakhs എവിടെ നിന്നാണ് പൊട്ടിമുളച്ച് വന്നത് എന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ പറയുന്നവര് പറയട്ടെ, ഗെയിം കളിക്കേണ്ടവര് നല്ല രീതിയിൽ കളിക്കട്ടെ, എന്നിട്ട് കളിച്ച് വിൻ ചെയ്ത് വരട്ടെ. ഓക്കെ. അനുമോളുടെ ഗെയിമിൽ എന്താ കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം? അനു ഇത്രയും എന്താ പറയുക സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു കുട്ടി, ഇത്രയും ബ്രില്യൻ്റ് ആയിട്ട് ഒറ്റയ്ക്ക് അവിടെ പലരും സെറ്റ് പിടിച്ചിട്ടൊക്കെയാണ് ഗെയിം കളിച്ചിരുന്നത്. അനു അന്നും ഒറ്റ, ഇന്നും ഒറ്റ, എപ്പോഴും ഒറ്റ. അതിനൊരു തൻ്റെ ഇടം വേണം. അത്രയേ ഉള്ളൂ പറയാം. ഉറപ്പായിട്ടും ടോപ്പ് 3 ഉറപ്പായിട്ടും ഉണ്ടാവും. അനു ഉണ്ടാവും, അനീഷ് ഉണ്ടാവും, പിന്നുള്ളത് ക്വസ്റ്റ്യൻ മാർക്ക്. നമുക്ക് നോക്കാം. സ്വാഭാവികമായിട്ടും അനു തന്നെയാണ്. അവൾ നമ്മുടെ കുട്ടിയല്ലേ. ഇതിന് ഒരുപാട് പൊങ്കാല വരുമായിരിക്കും. പക്ഷെ 7 വർഷമായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് അനിത്യക്കുട്ടിയെ പോലെ. ലൈക്ക് അവൾ ഈ അടുത്ത് ലൈക്ക് പേര് മെൻഷൻ ചെയ്യാതെ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിരുന്നു എന്ന് കേട്ടു. അവൾ 3 ചേച്ചിമാരുടെ അടുത്താണ് കാര്യങ്ങൾ പറയുക. ഒന്ന് അവളുടെ സ്വന്തം ചേച്ചി, പിന്നൊന്ന് അവളുടെ ഒരു ലൈക്ക് മറ്റൊരു കസിൻ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടായിരിക്കും, പിന്നെ ഒരു സെലിബ്രിറ്റി ചേച്ചി എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം. എന്തായാലും ഓൾ ദി ബെസ്റ്റ് വിഷസ് ബിഗ് ബോസിലുള്ള എല്ലാവർക്കും. എല്ലാവരും അടിപൊളിയായിട്ട് കളിക്കും. കഴിഞ്ഞ ദിവസം ബെഡിൽ വെള്ളം ഒഴിച്ച അത് കണ്ടായിരുന്നു. സങ്കടം തോന്നിയോ? അങ്ങോട്ട് അതൊക്കെ ഒരു തമാശയല്ലേ, ആ ഗെയിം അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊവോക്ക് ചെയ്തിട്ടല്ലേ, അതൊന്നും കുഴപ്പമില്ല. അത് അവർ തല്ലി തീർത്തു. ഓക്കെ, താങ്ക് യു സോ മച്ച്.